ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനൊരു ക്രോപ്പ് ടോപ്പ് മോഡൽ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ക്രോപ്പ് ടോപ്പ് മോഡലാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് എനിക്ക് കട്ട് പീസിലുണ്ടായ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് ഞാൻ എടുക്കുന്നത് വാങ്ങിയിട്ടൊന്നുമില്ല, ഇതും കട്ട് പീസിലുണ്ടായത് തന്നെയാണ്. ആ ബ്ലാക്ക് ലൈനിങ് എടുത്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഫ്രണ്ടും ബാക്കും വേറെ വേറെ കട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്താൽ മതി. പക്ഷേ ഇതൊരു തെന്നിപ്പോകുന്ന തുണി ആയതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലോ പേടിച്ചിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ മറ്റേത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ വെച്ചാൽ മടക്കി വെക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഫ്രണ്ടത്തേക്ക് മാത്രം ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഷോൾഡറാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ഒരു വരച്ചിട്ടാണ് കേട്ടോ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ എടുക്കുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. ഷോൾഡർ 7 ഇഞ്ച് ഷോൾഡർ എടുത്തു. ഇനി അവിടുന്ന് നേരെ താഴത്തേക്ക് നമ്മുടെ ആം ഹോൾ എടുക്കുന്നത് 6.5 ഇഞ്ചാണ് കേട്ടോ. 6 ഇഞ്ചാണ് കേട്ടോ. 6 ഇഞ്ച് ഇതുപോലെ വരച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ചെസ്റ്റ് വരുന്നത് 8.5 അപ്പോൾ 8.5 ചെസ്റ്റ് മാർക്ക് ചെയ്യാം. 8.5 ചെസ്റ്റ് മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇവിടെ നിന്ന് ഞാനൊരു 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പിന് എടുക്കുന്നത്. നമുക്ക് 2 ഇഞ്ച് വേണമെങ്കിൽ 2 ഇഞ്ച് എടുക്കുക. ഞാനൊരു 1.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇങ്ങനെ വരക്കുമ്പോൾ തന്നെ ഇങ്ങനെ നീങ്ങി പോകുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിവിടുന്ന് നമുക്കൊരു കട്ട് വരുന്നുണ്ട്. ആ കട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് 13 ആണ്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് പിന്നെ മുകളിലോട്ട് നല്ലോണം കയറിപ്പോവും. തയ്യൽ തുമ്പ് അരയിഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാണ്ട് പിന്നെ കട്ടിൻ്റെ അടുത്ത് നമുക്ക് താഴ്വശത്ത് നമുക്ക് ഫ്രിൽസ് ഇടാനുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു അരയിഞ്ച് അതിനും തയ്യൽ തുമ്പ് വേണം. അങ്ങനെ ഒരു 14 ഇഞ്ചിൽ നമ്മത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 14 ഇഞ്ച് നമുക്ക് ഇവിടെ നമ്മുടെ വേസ്റ്റ് വരുന്നത് 7.25 ഇഞ്ചാണ് കേട്ടോ. 7.25 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് കൂടി കൂട്ടി കൊടുക്കുക. ഇവിടുന്ന് നമുക്കത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യാം. അതിന് ശേഷം ഇവിടുന്ന് നമുക്കിത് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരക്കുന്നെങ്കിൽ അങ്ങനെ വരക്കാം. ഞാനിപ്പോൾ ഈ ടാപ്പിൻ്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് വരക്കുന്നത്. ഇനി കൈക്കുഴി ഇതുപോലെ കുഴിക്കാം. പിന്നെ നമ്മുടെ നെക്കിൻ്റെ അകലം എടുക്കുന്നത് ഞാൻ 2.25 ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അതുപോലെ ഇറക്കം എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അത് നമുക്കൊരു ബോക്സാക്കി വരക്കാം. വേണ്ട, ഞാൻ 3 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. വീനക്കല്ല കുടുങ്ങിയ കണക്ക് വേണ്ട, 3 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട്. ഇതണക്ക് മുകളിൽ നമുക്ക് 3 ഇഞ്ച് തന്നെ എടുക്കാം കേട്ടോ. എന്നിട്ട് അതൊരു ബോക്സാക്കി വരച്ചിട്ട് നമുക്ക് വീനക്ക് കൊടുക്കുക. നമ്മൾ വീനക്ക് കൊടുക്കുമ്പോൾ പലരും പല മോഡലിൽ കൊടുക്കലുണ്ട്. അതായത് ഇതുപോലെ വെച്ചിട്ട് സ്ട്രെയിറ്റ് വി കൊടുക്കലുണ്ട്. പക്ഷെ നമുക്ക് ആ സ്ട്രെയിറ്റ് വി അത്ര വലിയ ഇഷ്ടമല്ല. സ്ട്രെയിറ്റ് വി കൊടുക്കലുണ്ട്. നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് കൊടുത്തിട്ടുള്ള വി ആണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ കുറച്ചിങ്ങോട്ടേക്ക് ഒരു വൈഡായിട്ട് നിൽക്കുന്ന സൈസിലുള്ള വി ആണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഇത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറച്ച് വെയിറ്റുള്ള സാധനമൊക്കെ ഫോണിൻ്റെ കവറോ അല്ലെങ്കിൽ ഫോൺ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുക. കാരണം അല്ലെങ്കിൽ എല്ലാം നീങ്ങിപ്പോവും. അല്ലെങ്കിൽ നമുക്ക് പിന്ന് കുത്തിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബാക്ക് ചെയ്യുമ്പോഴും ഇതേ അളവിൽ തന്നെ വെച്ച് കട്ട് ചെയ്യാം. അതിൽ നെക്കിൻ്റെ ഇറക്കം നമുക്കൊരു 4 ഇഞ്ച് എടുത്താൽ മതി. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ബാക്കിയൊക്കെ നമുക്ക് സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ മുകളിലേക്കുള്ളതിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചിലല്ലേ കട്ട് ചെയ്തിട്ടില്ലേ. നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടി 24 ഇഞ്ചാണ്. അപ്പോൾ 24 14 ഇഞ്ച് മൈനസ് ചെയ്താൽ ബാക്കി 10 ഇഞ്ച് വരുന്നുണ്ട്. താഴത്തേക്ക് നമ്മൾ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് 10 ഇഞ്ചിലാണ് കട്ട് ചെയ്യേണ്ടത്. 10 ഇഞ്ചിൻ്റെ ഒന്നിച്ച് മുകൾ വശത്ത് ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും താഴ്വശത്ത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്താക്കുക, ഒരു 11 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ലൈനിങ് ക്ലോത്ത് 11 ഇഞ്ചിൽ കട്ട് ചെയ്താൽ ലൈനിങ് ക്ലോത്ത് ഒരു 10-10.5 കട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു 10 കട്ട് ചെയ്താൽ മതി. മെയിൻ ക്ലോത്ത് നമ്മൾ ഒരു 11 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് പിന്നെ കാണിക്കുന്നില്ല, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ അത് അതേ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. എൻ്റെ സ്ലീവിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ലെങ്ത്ത് എടുക്കാം. ലെങ്ത്ത് എനിക്ക് വേണ്ട 14 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ കുറച്ച് കുറവായതുകൊണ്ട് ഇത് മാക്സിമം ഇപ്പോൾ ഒരു 14.5 ഇഞ്ചിലുണ്ട്. അത് മൊത്തത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ
എന്താ ചെസ്റ്റ് അളവ് എത്ര മാർക്ക് ചെയ്ത് 8.5 ഇഞ്ചില്ല, 8.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അവിടുന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഇത് വരക്കുന്നത്. എന്താ വെച്ചാൽ അങ്ങനെ തന്നെ ഒരു മെറ്റീരിയലും എൻ്റെ കയ്യിലുള്ള അങ്ങനെ തന്നെ ഒരു ചോക്ക് വന്നു. ഇനി നമുക്ക് താഴത്തേക്കുള്ള സ്ലീവ് റൗണ്ട് നോക്കാം. സ്ലീവ് റൗണ്ട് വരുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് പറയുമ്പോൾ എത്രയാണ്? 4.5 ഇഞ്ച്. ഞാൻ 5 തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ തയ്യൽ തുമ്പിന് എടുക്കുന്നത് 1.5 ഇഞ്ച്. അങ്ങനെ ഇത് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു ഇവിടത്തേക്ക് ഇങ്ങനെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഷേപ്പ് കൊടുക്കാനുണ്ടേ, കാണിച്ചു തരാം. ക്ലിയർ ആകുന്നുണ്ടോയെന്ന് അറിയില്ല. എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 9 ഇഞ്ചിൻ്റെ പകുതി 4.5 ഇഞ്ചിന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ല അവിടത്തേക്ക് എത്തിയതിന് ശേഷം അവിടുന്ന് കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. താഴത്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ മെറ്റീരിയൽ കറക്റ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് താഴത്തൊന്നും കട്ട് ചെയ്യാനില്ല. ഇത് നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെയാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ നല്ല തുണിയുടെ മീത്ത നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ വെച്ചിട്ട് കുറച്ചധികം പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നീങ്ങി വരുന്നത്, അതുകൊണ്ട് കുറച്ചധികം പിന്ന് കുത്തിയിട്ടുണ്ട്. നമുക്കിത് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഒരേ ഷേപ്പിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ശേഷം ബാലൻസ് ഒന്നൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചെറിയ കട്ടിട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കൊന്ന് പതിച്ചടിക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ലൈനിങ് പീസിൻ്റെ ഇലയെ കൂടി ഒന്ന് പതിച്ചടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് നേരെ ആക്കിയിട്ട് നല്ല വശത്തും കൂടി എടുക്കാം. ഫ്രണ്ട് നെക്ക് ഇതുപോലെയാണ് ചെയ്യുന്നത്. ബാക്ക് നെക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ നെക്ക് അടിക്കുക, എന്നിട്ട് പതിച്ചും കൂടി അടിക്കുക. നല്ല വശത്തെ അടിക്കാൻ പാടില്ല. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്രപ്പോലെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഫ്രണ്ടും ബാക്കൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ബാക്ക് നമ്മൾ നല്ല വശത്തുകൂടി അടിച്ചിട്ടില്ല, ഫ്രണ്ടിൻ്റെ നല്ല വശത്തു കൂടി മാത്രമേ അടിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിൻ്റെ നല്ല വശത്തോട് ഫ്രണ്ടിൻ്റെ നല്ല വശത്ത് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങനെ മറച്ച് കൊടുത്തിട്ട് ഷോൾഡർ ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്തും ഇതുപോലെ നല്ല വശം ഒന്നിച്ച് വെക്കുക. എന്നിട്ട് ഈ ലൈനിങ് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ അതൊക്കെ അടിച്ചിട്ട് സ്ലീവും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് സ്ലീവിൻ്റെ എടുക്കുന്നേ അടിക്കുക. ഇവിടം വരെ 2 സൈഡും നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ മറ്റേത് റൗണ്ടിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡ് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ സൈഡൊക്കെ അടിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എന്താ വേണ്ടത്, ഈ 2 സൈഡ് ഇതുപോലെ പിടിക്കാം കേട്ടോ. ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ മടക്കി കൊടുക്കാം. 4ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് സെൻറ്റർ വശത്ത് നമുക്കിത് ഇതുപോലെ കത്രിക ഉപയോഗിച്ചിട്ട് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനെയാണ് കേട്ടോ. ഈ ഒരു ഇവിടെ നോച്ചുണ്ട്, ഇവിടെ നോച്ചുണ്ട്. മറ്റേ 2 സൈഡിലും ആവശ്യമില്ല. അതുപോലെ തന്നെ ഞാൻ താഴത്തേക്കില്ലേ ഇത് കരയൊക്കെ 2ആയിട്ട് മടക്കി അടിച്ചിട്ട് 2 സൈഡും 2 പീസാണ് എടുത്തിട്ടില്ല. ഞാൻ 2 സൈഡും ഒന്നിച്ച് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഈ 2 കാര്യം ജോയിൻ്റ് ചെയ്ത് 2 സ്ഥലം ഒന്നിച്ച് പിടിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ സെൻറ്റർ വരുന്നത് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം എന്താ വേണ്ടത് വെച്ചാൽ നമുക്കിത് ഇതുപോലെ മെറ്റീരിയൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ്, അതായത് ഈ ഒരു അറ്റം, ഇതിൻ്റെ ഈ ഒരു അറ്റം നമ്മുടെ ജോയിൻറ്റ് വരുന്ന സ്ഥലം, അതേപോലെ നമ്മുടെ താഴത്തേക്ക് ലൈനിൻ്റെ ഈ ഒരു അറ്റം ജോയിൻറ്റ് വരുന്ന ജോയിൻറ്റും ഒന്നിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഫസ്റ്റ് കട്ട് ഇവിടെ വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ താഴത്തേക്ക് ലൈനിൻ്റെ ഫസ്റ്റ് കട്ട് എവിടെ വരുന്നത് നോക്കാം. ഫസ്റ്റ് കട്ട് ഇത് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഈ ഒരു കട്ട് വരെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ഈ കട്ട് വരെ. അതിനുശേഷം ഈ കട്ടിൽ നിന്ന് അടുത്ത ജോയിൻറ്റിലേക്ക് ഇതുപോലെ അടുത്ത ജോയിൻറ്റ് വരുന്നിടത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്തെടുത്താൽ മതി. ലൈനിങ് പിന്നീടാണ് അടിക്കുന്നത്. ആദ്യം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതേപോലെ തന്നെ ലൈനിങ്ങും കൂടി വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ മുമ്പിൽ ആ ഫ്രിൽസ് അധികം കയറി നിൽക്കേണ്ട, അത് കുറച്ച് ഇറക്കത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുമ്പിൽ ആലിയ കട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മോഡൽ ചെയ്തത് കേട്ടോ.